ദാഹമൗതത് കൂട്ടിടും ഇബ്ലീസ് കോസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങള തുണറബ്ബന ആലാ ഇലാഹ. അപ്പുറപ്പുറൊന്നും പറയുന്നില്ല കേട്ടോ, ഇവിടെ നാട് പോവാ. 17ാമത്തെ രാവ്. ഇപ്പൊ സംഗതി എന്താ അറിയോ, പുറത്തൊക്കെ വിട്ട് കണക്കൂട്ടലൊക്കെ തെറ്റി. ഇവരീ വന്നതൊക്കെ സിറിയക്ക് കച്ചവടത്തിന് പോയ അബൂ സുഫിയാന് 40 അംഗത്തെയും തടുക്കാനാണ്. അപ്പൊ ചിലര് വിവാദ പുരുഷന്മാര് പറയും എന്തിനാ അവരെ തടുക്കാൻ പോയതെന്ന്. ഒക്കെ ചർച്ച ചെയ്യാവുന്നതാണ്. തടുക്കാൻ പോയെന്നറിയോ, ഓല് കച്ചവടത്തിന് പോയതന്നെ മദീനത്ത് വന്നുകൊണ്ട് ഇവരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. മദീനത്ത് വന്നിട്ട് മുഹമ്മദ് നബിയെയും അനുയായികളെയും കൊല്ലാൻ വേണ്ടിയിട്ടാണ് അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ കച്ചവടത്തിന് പോയത്. അവര് കൊണ്ടുവന്ന സമയത്ത് അവര് ഭാണ്ഡത്തിൽ കെട്ടിപ്പോഞ്ഞ കുറെ സാധനങ്ങൾ സ്വഹാബാക്കള് മക്കത്ത് ഇട്ടെറിഞ്ഞു പോയ ഓല സാധനങ്ങളാണ്. അതൊക്കെ കൂട്ടി വായിക്കണം. കാരണം അവരെ ഹിജ്റ പോണ സമയത്ത് ഇവിടെ കുറെ മുതലിട്ടെറിഞ്ഞിട്ടാ പോണത്. അത് വാരിയിട്ടാ സിറിയക്ക് കച്ചവടത്തിന് പോണത്. എന്നിട്ട് കിട്ടിയ പൈസ കൊണ്ട് എന്താ ഇവരെ പോയിട്ട് കൊല്ലുക, ഓല തടുക്കണ്ടേ? അല്ല എന്ത് പ്രശ്നങ്ങള് ബുദ്ധിപരമായിട്ടപ്പോ പറയുന്നത്, പ്രാമാണികമായിട്ടല്ല. നിന്റെ ബുദ്ധി എന്ത് പറയുന്നത്? 2 നിലയിൽ ശത്രുക്കൾക്ക് നേട്ട. ഒന്ന്, ആ നിലയിൽ ഓല് വന്നിട്ട് യുദ്ധം ചെയ്താൽ ഓലെന്നെ പരാജയപ്പെടുക. അപ്പൊ വരുന്ന വഴിയിൽ സാധനം പിടിച്ചിട്ട് അവരാണ്ട് ഒഴിവാക്കിയിട്ട ആ യുദ്ധത്തിൽ നിന്ന് അവർ പിന്തിരിയും. അപ്പൊ അവർക്ക് ആ നിലക്ക് ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. അതൊക്കെ ഉള്ളിൽ വായിക്കണ്ടേ? എന്നിട്ട് അബൂ സുഫിയാനെ പോയി തടുക്കാൻ നിന്നിട്ടല്ലേ ബദറുണ്ടായത്. എന്തിനെ തടുക്കാൻ നിന്നോ അത് പഠിക്കണം. കഥ അറിയാതെ ആട്ടം കാണരുത്. എന്തിനെ തടുക്കാൻ നിന്നോ? കുറെ സാധനങ്ങൾ ഇവർ തന്നെയാണ്. പിന്നെ ഇവർ കച്ചവടത്തിന് പോകാനുള്ള ഒരു ലക്ഷ്യം മുഹമ്മദ് നബിയെയും സഹാബാക്കളെയും കൊല്ലലാണ്. അങ്ങനത്തെ ഓരോ തടുക്കുമ്പോ അവരെന്നെ രക്ഷപ്പെടുത്തലല്ലേ. പക്ഷെ തടുക്കാൻ വന്നപ്പോ ഞാൻ ചരിത്രം വിശദീകരിക്കല്ല, അബൂ സുഫിയാനും കൂട്ടരൊക്കെ രക്ഷപ്പെട്ടു. അതിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടായി. പിന്നെ ലംലം അവിടെ പോയിട്ട് ഹാലളകി കൂത്താടി ആക്രോശിച്ച് പറഞ്ഞു കേട്ടിട്ട് അബൂജാഹിലും കൂട്ടരൊക്കെ കൂടി സർവായുധ സന്നദ്ധരായി എല്ലാ നിലക്കും കോപ്പും. ആ പാട്ടിൽ തന്നെ ഓന്റെ വരവിനെ കുറിച്ച് പറയണ്ടല്ലോ, പുറപ്പെട്ട് ഞാൻ പാട്ടൊന്നും പാടുന്നില്ല. ആ നിലയിൽ വന്ന് ഇങ്ങനെ നിൽക്കാൻ ഇവര് കരുതിയത് പോയി. ഇനി നേരിടാനുള്ളത് ഞെട്ടുന്ന കൗമിനെയാണ്. സർവായുധരായ നിരായുധരായ ഒരു വിഭാഗം, സർവായുധ വിഭൂഷകരായ, എന്നാൽ എല്ലാ കോപ്പുമുള്ള എല്ലാ സാമഗ്രികളും സംഘടിപ്പിച്ചിട്ടുള്ള പടർന്നു പിടിച്ച കൃഷികളെ പോലെ തിങ്ങി നിറഞ്ഞ പടുകൂറ്റൻ പർവ്വതങ്ങളെ പോലെ പൊങ്ങി നിൽക്കുന്ന ഒരു വലിയ വിഭാഗത്തെയാണ് ഒത്തിപ്പിടിച്ച വയറിന്റെ ഉടമകളായ കേവലം 313 നേരിടേണ്ടി വന്നത്. നേരിട്ടോ? അപ്പൊ ചില ആൾക്കാർക്ക് അവിടെ സംശയം തോന്നും. ഞാൻ ഒക്കെ ഒന്നാണ്ട് ഇറങ്ങി പറയാൻ തീരുമാനിക്കണം. ഇത് പലരും കേൾക്കണ്ടല്ലോ. അബൂ സുഫിയാനും ശ്രദ്ധിച്ചോളി, അബൂ സുഫിയാനും കൂട്ടരും ഏതായാലും കിട്ടിയില്ല പോയി. എന്നാ പിന്നെ അബൂജാഹിലും അവർ അവിടെ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇവരെ അവിടെ തങ്ങിക്കണം, അവർക്ക് മദീനത്തേക്ക് തിരിച്ചു പോയിക്കൂടായിരുന്നില്ലേ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടാവാം. ജബ്ബാറിനെ പോലെ ആളുകൾ പ്രസംഗിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ്. അത് പോകാത്തതിനൊരു കാരണമുണ്ട്. ബദർ നടക്കുന്നത് എവിടെയാണ്? മദീനത്തെ തൊട്ടടുത്ത് വെച്ചിട്ടാണ്. അത് പഠനബോധത്ത് കേൾക്കുന്ന കുറച്ച് ആളുകളുണ്ട്. സ്ത്രീകൾ ക്ഷമിക്കണം, ഞാൻ പറയാം, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം. വിവാദ പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് അപ്പം പറയുന്നു, ഒന്ന് ഇറങ്ങി തിരിച്ച് പഠിച്ചോട്ടെ എന്ന് കരുതിയിട്ടാണ്. ബദർ നടക്കുന്ന എവിടുന്നാണ്? മക്കത്തെ അടുത്തുനിന്നല്ല, മദീനത്തെ തൊട്ടടുത്തുനിന്നാണ്. ബദറും മദീന അടുത്താണ്, മക്കുന്ന ഒരുപാട് ദൂരെ. അവിടേക്ക് ഇവര് വന്നത് എന്തിനാണ്? അള്ളാന്റെ റസൂലിനെ കൊല്ലാൻ, സ്വഹാബാക്കളെ കൊല്ലാൻ. മദീനത്തേക്ക് ഇവര് പല പ്രാവശ്യം പോയിട്ടുണ്ട് കൊല്ലാൻ, എന്നിട്ട് ഒട്ടകങ്ങളൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോ ഈ സമയത്ത് ഇവിടം വരെ ബദർ വരെ എത്തിയിട്ടുള്ള അബൂജഹലിനെയും കൂട്ടരെയും അവരെ പരിപാടി എന്താ നോക്കാതെ അബൂ സുഫിയാനെ അനുയായികളും പോയില്ലേ, നമ്മൾ തിരിച്ചു പോവുക, ഒരു രക്തം ചിന്തൽ വേണ്ടാന്ന് കരുതിയിട്ട് റസൂലിലെ അനുയായികളാണ് പോയാലും ഇവര് നേരെ മദീനത്ത് പോകും. അവരെ വിടൂല, കാരണം അതിന് ഒരുങ്ങിയിട്ടാ വന്നത്. ഇവരാണ്ട് പോകും. എന്നാ മദീനത്ത് വെച്ചുകൊണ്ട് ഒരു വിപ്ലവം നടത്തുന്നതിനേക്കാളും നല്ലത് ഇവിടുന്ന് തടുത്തിക്കലല്ലേ എന്ന് കരുതിയിട്ടായിരിക്കണം അവിടെ നിന്നത്. അതൊക്കെ നമ്മൾ പഠിക്കണല്ലോ. ഈ അബൂജഹൽ പിന്തിരിയില്ല. അബൂജഹൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് റസൂലുള്ളാഹിന്റെ തല എടുക്കാനാണ്. അത് മദീനത്ത് പോയിട്ട് എടുക്കാൻ ശ്രമിക്കും, കിട്ടുമല്ലോ എന്നുള്ള വേറെ കാര്യം, ശ്രമിക്കും. അതുകൊണ്ടാ പോവാതെ അവിടെ തന്നെ നിന്നത്. എന്നിട്ട് യുദ്ധം തുടങ്ങിയതാരാ? ചിലർ പറഞ്ഞ യുദ്ധം തുടങ്ങിയത് അലി റളിയല്ലാഹു അൻഹു, ഹംസ അല്ല. ഇവർ ഈ നിപ്പാണ്, അനങ്ങിയിട്ടില്ല. സമയം വരുമ്പോൾ നിസ്കരിക്കും, നോമ്പറക്ക ഒരു കാരക്കന്റെ ചീള്, അത്താഴം ആ കാരക്കന്റെ മറ്റേ ചീള്, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോവും. പിന്നെ തുടങ്ങിയത് എവിടുന്നാണെന്ന് അറിയോ? അതിന് ആമർ എന്നുള്ളൊരു മനുഷ്യണ്ട്, ധിക്കാരിയാണ്, അഹങ്കാരിയാണ്. അവന് റസൂലുള്ളാഹിനെ കൊല്ലാൻ വേണ്ടി വാള് ഉയർത്തിയിട്ട് ഓടിങ്ങിട്ട് വരിക. തുടക്കാതാ, അത് പലരും ശ്രദ്ധിക്കണില്ല. ആമിർ എന്ന് പറയുന്ന ശത്രു മുഹമ്മദ് നബിയെ കണ്ടപ്പോൾ ഉറഞ്ഞു തുള്ളുകയാണ്. നിന്നെ ഞാൻ വകവരുത്തിയിട്ടല്ലാതെ ഈ ബദറിന്റെ മണ്ണിൽ നിന്ന് പിന്തിരിയൂല എന്ന് പറഞ്ഞുകൊണ്ട് കൂർത്തമൂർത്ത വാളുമായി ഓടി വരുമ്പോ അല്ലാ
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സേവകനായ മിഹ്ജർ റളിയല്ലാഹു അൻഹു ഇത് കാണുകയാണ്. കണ്ട സമയത്ത് അതാ ബലഹീനനായ മിഹ്ജർ റളിയല്ലാഹു അൻഹു ആമിറിനെ തടുക്കാൻ രംഗത്തെത്തി. അങ്ങനെ മിഹ്ജറും ആമിറും തമ്മിലുള്ള സംഘട്ടനത്തില് ആമിർ എന്ന് പറയുന്ന ശത്രു കിങ്കര മിഹ്ജർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കഴുത്തിന് വെട്ടിയിട്ട് അവരെ രക്തസാക്ഷിയാക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് ഇതുമ്പുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. തുടക്കം അവരാണ്, അത് ശ്രദ്ധിക്കണം. എന്നാലേ ഇതാണ് കണ്ടപ്പോ ഭീകരവാദികളാണെങ്കിൽ എന്താ ചെയ്യണ്ടേ? എല്ലാവരും കൂടി കണ്ട് ഇളകണം. ഇളകിയില്ല മുഹമ്മദ് മുസ്തഫ. സിദ്ദീഖുൽ അക്ബർ ഇളകിയില്ല, ഉമറുൽ ഫാറൂഖ് ഇളകിയില്ല, ഉസ്മാൻ അള്ളാൻ അവിടെ ഇല്ല, മദീനത്താണ്. എന്നാലും ബദരീങ്ങളിൽ പെട്ട ആളാണ്. മനസ്സിലായോ? ഉസ്മാൻ അള്ളാൻ എവിടേക്ക് വന്നിട്ടില്ല, മദീനത്ത. എന്നാലും ബദരീങ്ങളെ പേര് നോക്കൂ, ഉസ്മാൻ അള്ളാന്റെ പേര് അതിലുണ്ട്. കാരണം എന്താരോ നമ്മൾ തെറ്റിദ്ധരിച്ച പോലെ ചിലർ മനസ്സിലാക്കിയ ബദർ യുദ്ധത്തിലെ രക്തസാക്ഷികളായവർ മാത്രമാണ് ബദരീങ്ങൾ. അല്ല, പങ്കെടുത്തവരൊക്കെ ബദരീങ്ങളാണ്. ഇനി പങ്കെടുക്കാത്തവരും ബദരീങ്ങളാണ്. ഉസ്മാൻ അള്ളാൻ മദീനത്താ, ബദരീങ്ങളാണ്. കാരണം എന്താ? ആ റസൂൽ അവിടെ ഏൽപ്പിച്ചതാ. തന്റെ മോളെ കല്യാണം കഴിച്ച ആളാണ്, മോൾക്ക് സുഖമില്ല. അപ്പൊ ഇവിടെ പരിചരിച്ച് നിന്നോളി എന്ന് പറഞ്ഞതാ. അപ്പൊ ബദർ യുദ്ധം ഭംഗിയാകുന്നതിന്റെ ഭാഗമായി ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ട് ആ ദൗത്യത്തിൽ സ്ഥലം മാറി നിൽക്കുന്ന ആളാണെങ്കിലും ബദരീങ്ങൾ തന്നെ. അങ്ങനെ ബദരീങ്ങളെ കണക്കങ്ങനെ. ഒറ്റ കുട്ടി അനങ്ങിയില്ല. എന്തിനും ആളെടുക്കുന്ന ആളെ മുഖത്താവ് എടുത്തില്ല. കാരണം എന്താ? ക്യാപ്റ്റൻ മുഹമ്മദ് മുസ്തഫ. ഭീകരതയുടെ ചെറിയ വാസന ഉണ്ടെങ്കിൽ എന്തുണ്ട്? ഒരാവശ്യമില്ലാതെ റസൂലുള്ളാഹിനെ കൊല്ലാൻ അങ്ങോട്ട് വന്നില്ലേ, എന്നിട്ട് നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ഒരു പാവത്തിനെ കൊന്നില്ലേ, വിടാൻ പറഞ്ഞ നബിയെ എന്ന് പറഞ്ഞാൽ ഇറങ്ങിയില്ല. അതാ എതിരാളികൾ ഇതൊന്നും വായിക്കൂല, മുത്തശ്ശി പത്രങ്ങളിലെ ഇതൊന്നും കാണൂല. പേലയുന്തികൾക്ക് പഠിക്കാൻ സമയമില്ല, വിമർശിക്കാനേ സമയമുള്ളൂ. യുദ്ധം തുടങ്ങിയത് ആമിറാണ്, ആദ്യത്തെ രക്തസാക്ഷി മിഹ്ജാണ്. എന്നാൽ പിന്നെയോ അല്ലാഹുവിന്റെ റസൂലും ബദരീങ്ങളും സ്വഹാബാക്കളും അനങ്ങിയില്ല. പിന്നെയും അവർ ക്ഷമയോടെ കാത്തിരിക്കുകയാണ്. അവരുടെ പണി എന്താണെന്ന് നോക്കാം. പിന്നെ ഇവരെ അനങ്ങണില്ല. അപ്പൊ പിന്നെ അസ്വദാണ് രണ്ടാമത് എണീച്ചത്. പിന്നെ നീക്കണ പോലെ തന്നെയാണ്. നീച്ചിട്ട് അസ്വദിന്റെ പണി എന്താരോ, ഇവിടെ ഒരു ഹൗലുണ്ട്, ഹൗല് ഞാൻ പൊളിക്കുന്നു. എല്ലാ പ്രശ്നം ഉണ്ടാക്കണ അവരാ. മുഹമ്മദിന്റെ ഹൗല് ഞാൻ പൊളിക്കുന്ന. ഓൽക്ക് അങ്ങനെ വെള്ളം വേണ്ട, നമുക്കൊരു ചളിവെള്ളം, ഒരു നല്ല വെള്ളം പറ്റൂല. അവിടെയല്ല ഹംസത്തുൽ ഖറാറിന്റെ റോള്. ആ പാട്ടൊക്കെ പിന്നെ എത്ര ലോകം പോറ്റി നരങ്ങള് ബമ്പുറ്റ ഹംസ. അറിയാം പാട്ടറിയോ? ആർക്കായി സാസിൽ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ ആ പാട്ട്? ഇല്ലല്ലോ. എന്നാ പിന്നെ കേൾക്കാതെ നമുക്ക് പിരിയാം. ഞാൻ ഇപ്പൊ പാടാന്ന പാട്ട് നമുക്കാണ് കൂടുക. പാട്ടിന്ന് തീരെ വേണ്ടാന്ന് തീരുമാനിച്ച അതുകൊണ്ടാണ്. ഇന്നലെ കുറെ പാട്ട് പാടിയല്ലോ, മതി. എന്തെല്ലാം ചരിത്രം, എന്തെല്ലാം വീരേതിഹാസം, എന്തെല്ലാം. ഈ പാട്ട് എഴുതിയിട്ടുള്ള പേപ്പർ അരയിൽ വെച്ചിട്ടിരുന്ന മാപ്പല്ല അഹലിയൊക്കെ കുറെ കാരണന്മാർ ഇറങ്ങിയത്. മഞ്ചേരിയിലും പൂക്കൂട്ടൂരൊക്കെ രക്തസാക്ഷികളായി കിടക്കുന്ന മാപ്പിള കാരണവന്മാരെ തപ്പിയപ്പോ മോയിൻകുട്ടി വൈദ്യരെ ബദർമാലന്റെ പാട്ടിന്റെ കിസ്സപ്പാട്ടിന്റെ പുസ്തകം അറിയിച്ചിരുന്നത്. എന്നിട്ടാണ് അവർ യുദ്ധത്തിന് പിച്ചാൻ കത്തിയിട്ട് ഇറങ്ങിയത്. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. അസ്വദ് രംഗത്തിറങ്ങാൻ എന്തിന്? ഹൗല് പൊളിക്കാൻ. രണ്ടാമതും പ്രശ്നം ഉണ്ടാക്കണ അവരെന്നെ. ഞാൻ പറഞ്ഞു, നിങ്ങൾ കേട്ടോളിട്ടോ. രംഗത്തിറങ്ങിയപ്പോ ഹംസത്തുൽ ഖറാർ മര്യാദക്ക് പറഞ്ഞിരുന്ന, അസ്വദെ പോയിക്കോ. പോകൂല, ഹൗല് പൊളിക്കും, അമീനും പൊളിക്കും, എന്നിട്ടേ പോളുന്നു. അപ്പോഴും ഹംസത്തുൽ ഖറാർ മുന്നിട്ട് വന്നിട്ട് പറഞ്ഞു, പോയിക്കോ. എന്നാ റസൂൽ എന്താ പറയണ്ടേ? ഹൗല് പൊളിക്കാൻ ഇറങ്ങാനെ പൊളിക്കടാ, മീജനെ കൊന്നതല്ലേ, അടിച്ച് ചമ്പെന്നല്ല അറിയണ്ടേ? പറഞ്ഞില്ല. അള്ളാഹു റസൂൽ പറഞ്ഞു, പിന്നെ ക്ഷമിക്കും. അസ്വദ് മുമ്പിൽ വന്നു, മുഹമ്മദിന്റെ ഹൗല് ഞാൻ പൊളിക്കുന്നതാണ്. ആ സമയത്ത് ഹംസത്തുൽ ഖറാർ രംഗത്തിറങ്ങുകയാണ്. അസ്വദിനെ പിന്മാറ്റാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. പക്ഷേ ഹൗലിന്റെ അരികിൽ വന്നുകൊണ്ട് അസ്വദ് ചവിട്ടാൻ നിൽക്കുന്ന സമയത്ത് ഹംസത്തുൽ ഖറാർ തലയല്ലേ വെട്ടേണ്ടത്, തല വെട്ടിയിട്ടില്ല, കാലിന്റെ അടിയിലാണ് വെട്ടിയത്. കാരണം കാലിന് വെട്ട് കിട്ടിയാൽ പിന്നെ നടക്കാൻ പറ്റൂല. അപ്പൊ കാക്കങ്ങട്ട് തിരിച്ചു പോയിക്കോളും എന്ന് കരുതിയിട്ട് കാലിന്റെ അടിയിലാണ് വെട്ടിയത്, തല വെട്ടിയിട്ട് കൊന്നിട്ടില്ല. തലാണ് വെട്ടിക്കൂടാഞ്ഞില്ലേ? പലരും പറഞ്ഞ കേട്ടാ തോന്നും ഇവരിങ്ങനെ കൊല്ലാനായിട്ട് ഇറങ്ങിയവരാണെന്ന്. അല്ല, തല വെട്ടിയിട്ടില്ല. ഹംസത്തുൽ ഖറാർ അസ്വദിന്റെ കാലിന്റെ അടിക്ക വെട്ടിയത്, ഞെരിയാണിന്ന് പൊളിഞ്ഞു. എന്താ കാരണം? എന്നാലെങ്കിലും ഒറ്റക്കാലം കൊണ്ട് കൊക്കി പോയിക്കോട്ടെ എന്ന് വെച്ചിട്ട്. പക്ഷെ പഹം പോയില്ല. വടിയെടുത്ത് അടി വാങ്ങാനായിട്ട് പോയില്ല. ഓന്റെ പിന്നെ പണി എന്താരോ, കാലോണ്ട് നടക്കാൻ വയ്യ. അപ്പാണ്ട് ഇരുന്നിട്ട് പിന്നെ ഇറങ്ങുകയാണ് ഹൗലിന്റെ അടുത്ത്. നോക്കാൻ നിങ്ങൾ അക്രമം.
പൊളിക്കാൻ വേണ്ടിയിട്ട് നിരങ്ങാണ്. ഹംസത്തുൽ കറാറ് മനസ്സിലായി ഇത് 13 ഒതുങ്ങൂലാന്ന്. നിരങ്ങി വരുമ്പോ ബത്തക്കം വെട്ടണാര് വെട്ടാണ്ട് കൊടുത്ത് തലക്ക്. അങ്ങനെ ഉണ്ടായി. ആ കിട്ടിയ പാടെ പള്ള കുത്തിയിട്ടൊന്നുമില്ല. ആദ്യം കാലിന്റെ അടിയാണ് വെട്ടി. അത് പോവാനാ. കാരണം അത്രയും ഒരു കൊലയിന്ന് ആളുകളെ രക്ഷപ്പെടുത്താം. പക്ഷേ കാലിന്റെ അടി വെട്ടിയിട്ട് പൊളിഞ്ഞിട്ടുമ്പോ നിരങ്ങി വന്നിട്ട് അവള് പൊളിക്കാനുള്ള പരിപാടിയാണ്. അതിൽ കുടുങ്ങിയ കള്ളിയിൽ ഹംസത്തുൽ കറാറ് ഇനി ഇവന്റെ തല വെട്ടുകയല്ലാതെ നിവൃത്തിയില്ല. തലക്കൊരു വെട്ടങ്ങ് കൊടുക്കുകയാണ്. അസ്വദങ്ങ് 2 കഷ്ണമായി. അതോടുകൂടി ചൂട് പിടിച്ചു. ഇപ്പൊ 2 എണ്ണായിട്ടാ. 2 തുടങ്ങിയതാരാ? 2 തുടങ്ങിയതാരാ? നീ 3ാമത്തെ തുടങ്ങണാരാ? ഓലെന്നെ നോക്കാം നിങ്ങള്. എന്നാ നീ കിട്ടാനുള്ള കിട്ടി പോവില്ല. അതാണ് കണ്ടപ്പോ ഉത്തുബത്തും ശൈബത്തും വലീദും നീച്ചു. 3 തുടങ്ങിയത് അവരാ. ഇതൊന്നും ഇങ്ങനെ ആരും മനസ്സിലാക്കണില്ല. അതാണ് ഈ പ്രശ്നങ്ങളൊക്കെ. എന്നാ ഇത് കിട്ടിയ പക്കം പോകണമെങ്കിൽ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാവില്ല. കാരണം മെഹജർ അള്ളഹാൻ ഇങ്ങോട്ടും കിട്ടി, അസ്വദിന് അങ്ങോട്ടും കിട്ടി. എന്നാ ഞാണ്ട് പോയാൽ മതി, ഇവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ പിന്നെയും തുള്ളുകയാണ്. 3ാമത് എണീക്കുന്നു ഉത്ബത്ത്, ശൈബത്ത്, വലീദ്. അവരെണീറ്റുകൊണ്ട് മുഹമ്മദ് നബിയെ വിമർശിക്കുകയാണ്, പരിഹസിക്കുകയാണ്. അപ്പോൾ അൻസാരികളിൽപ്പെട്ട 3 ആളുകൾ രംഗത്ത് വരികയാണ്. മുആദ്, മുഅവ്വിദ്, ഔഫ് 3 ആളുകൾ രംഗത്ത് വരികയാണ്. ഈ അസ്വദും അതാ ശൈബത്തും ഉത്ബത്തും വലീദും ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഞങ്ങൾ മുഹമ്മദ് നബിയെ നിങ്ങൾ മക്കയിൽ നിന്ന് ആട്ടി പറഞ്ഞയച്ചപ്പോൾ ഏറ്റെടുത്തുകൊണ്ട് സംരക്ഷിക്കുന്ന അൻസാരികളിൽപ്പെട്ട 3 ആളുകളാണ്. ആ സമയത്ത് ഉത്ബത്തും ശൈബത്തും വലീദും പറഞ്ഞു, ഞങ്ങൾക്ക് കിട്ടേണ്ടത് നിങ്ങളെയല്ല, മുഹമ്മദിന്റെ വിശ്വാസം പാലിച്ചുകൊണ്ട് പുൽകിയിട്ട് നിങ്ങളുടെ നാട്ടിലെത്തിയിട്ട് ഞങ്ങളുടെ കുടുംബക്കാരായ പ്രമുഖരായ പല ആളുകളും കഴിയുന്നുണ്ട്. ധൈര്യമുണ്ടെങ്കിൽ ഒന്ന് രംഗത്ത് വരാൻ പറയടാ, അല്ലെങ്കിൽ ഒന്നുമല്ലാത്ത നിങ്ങളെ കിട്ടേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. ആ സമയത്ത് ഇവരങ്ങ് കയറുകയാണ്. 2ാമത് ഉത്ബത്തിന്റെയും ശൈബത്തിന്റെയും വലീദിന്റെയും വെല്ലുവിളിയുടെ അഹങ്കാരത്തിന്റെ തൊലിക്കട്ടിയുടെ മുമ്പിൽ ഭീരുക്കളായി പിന്മാറാതെ നിന്നുകൊടുക്കൽ ദീനിന്റെ ഇസ്സത്താണെന്ന മനഃശാസ്ത്രപരമായ സമീപനത്തില് 3 ആളുകൾ ഇറങ്ങുന്നത് ആരെന്നറിയോ? മഹാനായ ചൊല്ലിക്കോളോ ബദരീങ്ങളിൽ മഹാന്മാരാണ്. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു ആണ് ഒന്ന്. 2ാമത് ഹംസത്തുൽ കറാറാണ്, അസദുല്ലാഹി ഹംസ. 3ാമത് മഹാനായ 70 വയസ്സ് കഴിഞ്ഞ ഉബൈദത്ത് റളിയല്ലാഹു അൻഹു. പടുവൃദ്ധനാണ്. വയസ്സ് 70 കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ വാളെടുത്ത് ഇറങ്ങുകയാണ്. കാരണം എന്താ? റസൂലുള്ളാഹിനെ വെല്ലുവിളിച്ച് ഇനി നോക്കിക്കാൻ പറ്റൂല. അവരെ മനസ്സങ്ങനെ ആയിരുന്നു. മുത്ത റസൂലുള്ളാഹിനെ വെല്ലുവിളിച്ചത്. ഇനി എവിടുക്കാ നോക്കിക്കണ്? 3 ആൾ ഇറങ്ങി. അവർക്ക് വലുത് മുഹമ്മദ് മുസ്തഫ. അതിലാരെന്ത് പറഞ്ഞ കാര്യമില്ല. അവർക്ക് വലുത് മുഹമ്മദ് മുസ്തഫ. അവർക്ക് വലുത് മുഹമ്മദ് മുസ്തഫ, ജുനൂദുൽ മഹബ്ബ. അതുകൊണ്ടാണ് അവർ പറയുന്നത്, ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്. മക്കം ഫത്ഹ് സംഭവിച്ചപ്പോൾ അൻസാരികളിൽ പലരും കരയുകയാണ്. മക്കയിൽ ഇരുന്നു കൊണ്ട് ഓരോ മൂലയിൽ കണ്ണീര് വാർത്തുകൊണ്ട് പരസ്പരം സ്വകാര്യ സംഭാഷണത്തിലാണ് അൻസാരികള്. റസൂലുള്ളാഹിന്റെ ചകിട്ടിൽ ഈ വിവരമെത്തി. അൻസാരികളിൽ പലരും സങ്കടത്തിലാണ്. മക്കം ഫതയിൽ എല്ലാവരും സന്തോഷത്തിലാണ്. പക്ഷേ അൻസാരികൾ സങ്കടത്തിലാണ്. മക്കം ഫതയിൽ എല്ലാവരും സന്തോഷത്തിലാണ്, അൻസാരികൾ സങ്കടത്തിൽ. ഒരു കാര്യമാണ്. അവിടെയല്ലേ മഹബത്ത് നമ്മൾ വായിക്കേണ്ടത്. പൊട്ടിക്കരഞ്ഞ് ഒലിച്ചിറങ്ങുന്ന കണ്ണീര് തുടച്ചു മാറ്റി ഏങ്ങലടിച്ച് സ്വകാര്യ സംഭാഷണങ്ങളിൽ ഏർപ്പെട്ട അൻസാരികളെ വിളിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചു, എന്താ നിങ്ങൾക്കൊരു സങ്കടം, എന്താ നിങ്ങൾക്കൊരു ദുഃഖം? അപ്പോൾ ഇവർ പറഞ്ഞു, നബിയേ, ഈ നാട്ടിൽ നിന്ന് നിങ്ങളെ ആട്ടിപ്പറഞ്ഞയച്ചത് കൊണ്ടാ ഞങ്ങൾക്ക് നിങ്ങളെ കിട്ടിയത്, അതുകൊണ്ടാ ഞങ്ങൾ രക്ഷപ്പെട്ടത്, അതുകൊണ്ടാ ഞങ്ങൾക്ക് നിങ്ങളെ തീറ്റിപ്പോറ്റാൻ കഴിഞ്ഞത്, അതുകൊണ്ടാ ഞങ്ങളെ മദീനയിൽ നിങ്ങൾ കിട്ടിയത്. നിങ്ങളെ കിട്ടിയിട മുതൽ ഞങ്ങൾക്ക് ആഘോഷം തന്നെ. ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയത്തിൽ വദാഉ വജബ ശുക്രു അലൈനാ മദഅ ലില്ലാഹി ദാഉ അയ്യുഹൽ മബ്ഊസു ഫീനാ ജിത ബിൽ അംരിൽ മുതാഉ അൻത ഫിൽ കുല്ലി ജമീലു വജമാലു യാ മുതാഉ യാ നബി സലാം അലൈക്കും.
ഒരു സലാം എല്ലാം പറയും. ആ പെണ്ണുങ്ങൾ പതുക്കെ, ആണുങ്ങൾ കുറച്ച് ഉറക്കുക. ഒരു സലാം മുത്തനബിക്ക്. യാ നബി സലാം അലൈക്കോ, യാ റസൂൽ സലാം അലൈക്കോ, യാ ഹബീബ് സലാം അലൈക്കോ, സ്വലവാതുല്ലാഹി അലൈക്കോ. അല്ലാഹുവിന്റെ റസൂലിനെ കിട്ടിയിടം മുതൽ മദീനയിൽ അവർക്ക് ആഘോഷമാണ്, ആനന്ദ തുന്തിലമാണ്, ആഹ്ലാദ മുഹൂർത്തമാണ്. സ്വന്തം ശരീരത്തെ മറന്നുകൊണ്ട് മുത്ത് റസൂലുള്ളാഹ്ക്ക് അവർ സൗകര്യം ചെയ്തു കൊടുക്കുകയാണ്. അതല്ലേ ഹാരിസത്ത് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീടായിരുന്നു മസ്ജിദ് നബവിയുടെ തൊട്ടടുത്ത്. പിന്നീട് ഭാര്യമാർക്ക് വേണ്ടി ഹാരിസത്ത് റളിയല്ലാഹു തആല അൻഹു കുറച്ച് അകലേക്ക് മാറ്റിക്കൊടുത്തു. അപ്പോൾ പിന്നെയും റസൂലുള്ളാഹിന്റെ കുടുംബം വന്നപ്പോൾ, ഫാത്തിമ മോള് വന്നപ്പോൾ, മോളെ എപ്പോഴും കാണണമല്ലോ, പിന്നെയും സൗകര്യപ്പെടുത്തണോ. അതിനതാ മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്ക് വന്നപ്പോ പിന്നെയും വീടിന് അതാ മഹാനായ ഹാരിസത്ത് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട് പിന്നെയും കുറച്ചേക്ക് അകലേക്ക് മാറ്റേണ്ടി വന്നു. പക്ഷേ റസൂലുള്ളാഹിക്ക് പറയാൻ മടിയായി. സഹാബാക്കളിൽ ചിലർ ഹാരിസത്ത് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഹാരിസ, ആയിഷ മോള് വന്നിരിക്കുകയാണ്, റസൂലുള്ളാഹിക്ക് വീട് കൂടണമെന്നുണ്ട്. നിങ്ങളുടെ വീട് ഈ സ്ഥലത്ത് നിന്ന് മാറ്റിയാലേ അതിന് സൗകര്യമുണ്ടാവുകയുള്ളൂ. പക്ഷെ 1-2 പ്രാവശ്യം നിങ്ങൾ മാറ്റിക്കൊടുത്തതല്ലേ, ഇത് നിങ്ങളോട് പറയാൻ മടിയായിട്ട് റസൂലുള്ള മാറി നിന്നതാണ്. ഇത് അറിഞ്ഞ സമയത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഹാരിസത്ത് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിൽ വന്നിട്ട് പറയുകയാണ്, നബിയേ, എന്റെ വീടൊന്ന് മാറ്റാൻ അങ്ങേക്ക് ആഗ്രഹമുണ്ടായി, എനിക്ക് പ്രയാസമായിരിക്കുമെന്ന് കരുതിയിട്ടാണ് പറയാത്തത് എന്ന് ഞാൻ അറിഞ്ഞു. നബിയേ, എന്തിനാണ് എന്നോട് പ്രയാസപ്പെടുന്നത്? അന വമാലിലക യാ റസൂലല്ലാഹ്, ഞാനും എന്റെ വീടും എന്റെ സമ്പത്തും അങ്ങയുടേതല്ല നബിയേ. അതുകൊണ്ട് ഞാൻ വീട് മാറ്റുക മാത്രമല്ല, എന്റെ വീട് ആയിഷാക്ക് പാർക്കാൻ അങ്ങയുടേതാണ് യാ റസൂലല്ലാഹ്. ആ വീട് തന്നെ കൊടുത്തു. ഈ ആളാരാ നിങ്ങള്? മിഅ്റാജിന്റെ രാത്രിയിൽ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹുവിനെ സ്വർഗ്ഗത്തിൽ പരിശുദ്ധമായ ഖുർആൻ ഓതുന്നതായിട്ട് കണ്ടു. നബിയുനാ റസൂലുള്ളാഹി شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان. കേൾക്കുന്ന ഉമ്മമാരെ, ആണുങ്ങളെക്കാൾ ആയിരക്കണക്കിന് പെണ്ണുങ്ങൾ 2 വലിയ ഹാള് നിറഞ്ഞൊഴുകി നിൽക്കുകയാണ്. നിങ്ങൾ റമദാനിൽ നിന്ന് എത്ര ദിവസമായി, എത്ര ഖത്മ് ഖുർആനായി? അല്ല ഒരു പകുതി 15 ജുസായോ, അല്ല ഒരു ഖത്മായോ, അല്ല ഒരു ഖത്മ് പോലും തീർക്കാത്തത് പരിതാപകരമായ അപകടം തന്നെ. സൗഭാഗ്യം അവതാളമായി എന്നതിന്റെ ലക്ഷണം തന്നെ. അല്ലാഹു ഖുർആനുമായി ഖിറാഅത്ത് കൊണ്ട് ബന്ധപ്പെട്ടതിന്റെ ഉത്സാരങ്ങളിലേക്ക് നമ്മുടെ ബോധതലങ്ങളുടെ വാതായനങ്ങൾ പരിശുദ്ധ റമളാനിന്റെ ഹുർമത്ത് കൊണ്ട് തുറന്നു തരട്ടെ. ബിന്നബിയിൽ മുസ്തഫ അല്ലാഹു തആല തുറന്നു തരട്ടെ. മഹാനായ കേട്ടോളോ, മഹാനായ ഹാരിസത്ത് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആൻ സ്വർഗ്ഗത്തിൽ വെച്ചുകൊണ്ട് ഓതുകയാണ്. സ്വർഗത്തിൽ ഇപ്പൊ ഖുർആൻ ഓതേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഖുർആൻ ഓതിയ ആൾക്കാർക്ക് സുഖിക്കാനുള്ള സ്ഥലമാണ് സ്വർഗം. പക്ഷെ സ്വർഗത്തിൽ എങ്ങാനും ഒരാൾക്ക് ഖുർആൻ ഓതാനുള്ള അവസരം അല്ലാഹ് തരികയാണെങ്കിൽ അവരുടെ ഏറ്റവും വലിയ സുഖം റുമ്മാമ്പഴം മുന്തിരി ഒന്നല്ല, ഖുർആൻ ഓത്തായിരിക്കും. ആ ഒരു സ്റ്റെപ്പിക്ക് ഹാരിസ റളിയല്ലാഹു അൻഹു ഉയർന്നു. കാരണം നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടോ? അത് നേരത്തെ പറഞ്ഞ ഹംസത്ത് ഖുർആൻ അവിടേക്കാണ് നീങ്ങിയത്. ഇത് പറയാതെ താല്പര്യമുണ്ടോ? കാരണം പറയണോ? എന്നാ കേട്ടോളി. ഉമ്മാക്ക് സേവനം ചെയ്തു കൊടുത്താണ്, വേറൊന്നുമല്ല. ഹാരിസത്ത് റളിയല്ലാഹു അൻഹുക്ക് ഉമ്മ ഉണ്ടായിരുന്നു, കണ്ണ് കാണാത്ത ആളായിരുന്നു, പടുവൃദ്ധയായിരുന്നു. ആ ഉമ്മാക്ക് ഓതുകൊടുത്തു കൊടുക്കൽ ഹാരിസ റളിയല്ലാഹു അൻഹു, ഉമ്മാക്ക് കാലഴുകി കൊടുക്കൽ ഹാരിസ റളിയല്ലാഹു അൻഹു, ഉമ്മാനെ നിസ്കരിപ്പിക്കൽ ഹാരിസത്താണ്. അങ്ങനെ ഹാരിസത്ത് എന്ന പൊന്നുമോൻ ഉമ്മക്ക് ഭക്ഷണം കൊടുക്കും, ഉമ്മാക്ക് ഒളു ചെയ്തു കൊടുക്കും, ഉമ്മാക്ക് സേവനം ചെയ്യും. ഒരിക്കൽ ഉമ്മ പറഞ്ഞു, മോനെ ഹാരിസ, എനിക്ക് കണ്ണ് കാണൂല, അതുകൊണ്ട് ഖുർആൻ ഓതാൻ കഴിയുന്നില്ല. ഉമ്മാന്റെ കുട്ടി എന്റെ മുമ്പിൽ ഇരുന്നിട്ടൊന്ന് ഖുർആൻ ഓതണോ?
ആ സമയത്ത് ഹാരിസത്ത് റളിയല്ലാഹു അൻഹു കണ്ണു കാണാത്ത രോഗിണിയായ പടുവൃദ്ധയായ ഉമ്മാന്റെ മുമ്പിൽ വെച്ചുകൊണ്ടങ്ങ് ഖുർആൻ ഓതിയപ്പോൾ മനസ്സ് പൊട്ടിയിട്ട് ഉമ്മ ഒന്ന് ദുആ ചെയ്തു, റബ്ബേ എന്റെ ഈ മോന് സ്വർഗത്തിൽ വെച്ച് ഖുർആൻ ഓതാ നീ അവസരം നൽകണേ അല്ലാഹ്. ഈ സദസ്സിൽ ഉമ്മയ്ക്ക് പൈസ ചെലവഴിക്കുന്ന ആളുകളുണ്ടാകും, ഉമ്മയെ ഡോക്ടറെ കാണിക്കുന്ന ആളുകളുണ്ടാകും, ഉമ്മയെ രോഗിയായാൽ കൈപിടിച്ചുകൊണ്ട് കൊണ്ടുപോകുന്ന ആളുകളുണ്ടാകും. പൊന്നുമോനെ തിരക്കിനിടയിൽ പലർക്കും പറ്റിയില്ല എന്നും കരുതും. എന്നാലും ഒരു മനസ്സുണ്ടാകണം, ഇത് എന്റെ ഉമ്മയാണ്. ചില ആളുകൾ പറയാറുണ്ട്, ഉമ്മയോട് മക്കൾക്ക് ഇങ്ങോട്ടും കടമയുണ്ടല്ലോ. അത് ഉമ്മമാരാണ് ചിന്തിക്കേണ്ടത്, നമ്മളല്ല. നമ്മൾ ചിന്തിക്കേണ്ടത് 9 മാസം എന്നെ പോറ്റിയത് ആ ഉമ്മയാണ്. 20 എല്ലുകൾ പൊടിയുന്ന പ്രയാസത്തോടെ പ്രസവിച്ചത് ആ ഉമ്മയാണ്. കഠിനമായി പ്രസവ സമയത്ത് ഉമ്മയെ നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ട്, എന്നാലും നമ്മളെ നുള്ളി പരിക്കേൽപ്പിച്ചില്ല. ഇനി എന്റെ അടുത്ത് കിടക്കണ്ട എന്ന് പറഞ്ഞില്ല. കഠിനമായ വേദനയോടെയാണ് നമ്മൾ പുറത്തു വന്നതെങ്കിലോ നമ്മെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മിഞ്ഞപ്പാല് തന്നത് ആ ഉമ്മയാ. ചെറുപ്പത്തിൽ നമ്മുടെ മൂത്രവും കാഷ്ടവും ഉമ്മയാണ് പേറിയിരുന്നത്. ഒരു പ്രാവശ്യം പോലെ ഉമ്മയുടെ ശരീരത്തിൽ ഈ മൂത്രമൊഴിച്ചപ്പോൾ ഉമ്മ ശപിച്ചിട്ടില്ല, കാഷ്ടിച്ചപ്പോൾ വലിച്ചെറിഞ്ഞിട്ടില്ല. നിന്റെ മൂത്ര ഉമ്മയ്ക്ക് അത്രായിരുന്നോ, നിന്റെ മല ഉമ്മയ്ക്ക് കസ്തൂരിയായിരുന്നോ? അങ്ങനെ പാതിരാത്രിയില് നീ അങ്ങ് 2:30 മണിക്ക് തൊട്ടിലിൽ കിടന്നുകൊണ്ട് അന്ന് പാട്ടുപാടാൻ തുടങ്ങിയാൽ നിന്റെ കരച്ചിലാകുന്ന പാട്ട് കേട്ടുകൊണ്ട് പാതിരാത്രിയിൽ കൂർക്കം വലിക്കുന്ന ഉമ്മ ഒന്ന് ഉണർന്നപ്പോൾ ഊരക്ക് വേദനയാണ്, കാലിന് നീരാണ്. എന്നാൽ അവിടെ കിടന്നുകൊണ്ട് കരഞ്ഞോട്ടെ, കരഞ്ഞ് തളർന്നാൽ ഉറങ്ങിക്കോളുമെന്ന് കരുതിയില്ല. നിന്റെ കരച്ചിലൊന്ന് തുടങ്ങിയപ്പോഴേക്ക് ഉമ്മ അങ്ങ് ഉണരുകയാണ്. ആ സമയത്ത് 2:30 മണിക്ക് കൊതുകിന്റെ കടിയും കൊണ്ടുകൊണ്ട് എല്ലാവരും വീട്ടിൽ സുഖനിദ്രയിൽ ആണ്ടുപോയപ്പോ പാട്ടുപാടി നിന്നെ ഉറക്കിയ ഒരു ഉമ്മയില്ലേ? ഉമ്മന്റെ കാലിന്റെ അടിയിലാണ് സ്വർഗമെന്ന് പരിഷ്കാരിയായ മോനെ മറക്കണ്ടടാ, മറക്കണ്ട. ഹാരിസത്ത് റളിയല്ലാഹു തആല അൻഹു കണ്ണു കാണാത്ത പടുവൃദ്ധയായ പൊന്നുമ്മാന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ഖുർആൻ ഓതിയപ്പോൾ ഉമ്മയങ്ങ് മകന് വേണ്ടി ദുആ ചെയ്തു, അല്ലാഹ് എന്റെ മകനെ നീ പരിശുദ്ധമായ സ്വർഗത്തിൽ പവിത്രമായ ഖുർആൻ പാരായണം ചെയ്യുന്ന സൗഭാഗ്യത്തിലെത്തിക്കണേ അല്ലാഹ്. ഉമ്മാക്ക് നൽകിയ സേവനത്തിന്റെ പരിശുദ്ധി കാരണത്താൽ സ്വർഗത്തിൽ ഹാരിസത്ത് റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതുന്നുണ്ടെന്ന് റസൂലുള്ള പറയുമ്പോ അതേ ഹാരിസത്ത് റളിയല്ലാഹു തആല അൻഹു തന്റെ വീട് റസൂലുള്ളാഹിക്ക് വേണ്ടി മാറ്റിക്കൊടുക്കുകയാണ്. കാരണം റസൂലുള്ളാഹിന്റെ മുമ്പിൽ ഉമ്മയും ചെറുതാണ്. അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി. الشفاعة هب لنا في القيامة مشفقا واخلنا إلا يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. ബദർപാട്ടും ബദരീങ്ങളുടെ തവസ്സുൽ ബൈത്തും അതാ അരമനയിലും അടുക്കളയിലും ഒരു കാലത്ത് ഹോസ്പിറ്റലുകളിലും സംഗീതം പോലെ മുഴങ്ങിയിരുന്നു. ഗർഭിണികൾ പ്രസവിക്കാനെന്ന് പേര് കീറല്ല, അവരുടെ സർജറി എല്ലാ ബലാലും മാഫത്തും ഇടങ്ങേറുകൾ മോസീബത്തു ബദരീങ്ങളെ ബറകത്തിനാൽ എന്നെ കാക്കണോ യാ റബ്ബനാ. സൂര്യൻ മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറകത്തിനാൽ ശിഫയാക്കണോ യാ റബ്ബനാ. ലാ ഇലാഹ. ഇനിയുള്ളതാണ് മനുഷ്യന്റെ മനസ്സിനെ തൊട്ടു
ഉണർത്തുന്ന മനുഷ്യ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യസാക്ഷാത്കാരത്തിന്റെ വചനാമൃതവും ഹൃദയാവർജകവുമായ സംഗീതാത്മകമായ താളഭംഗിയിൽ ബദരീങ്ങളുടെ മഹത്വത്തിന്റെ എല്ലാ അന്വേഷണ തലങ്ങളെയും എല്ലാ മഹൽ സംഭവങ്ങളെയും ഓരോ ജനാദി ഗുളിക പോലെ പൊതിഞ്ഞുകൊണ്ടുള്ള ഓരോ അക്ഷരക്കൂട്ടങ്ങൾ ഇനിയാണ് നമ്മുടെ ജീവിതത്തിന്റെ ഭാവി ആശങ്കയെ സമാശ്വാസത്തിന്റെ മന്ദമാരുതനെ കൊണ്ട് ഹൃദയത്തില് ആശ്വാസത്തിന്റെ പൊന്തിരി കത്തിക്കുന്ന പ്രഭാമയമായ അക്ഷരങ്ങൾക്ക് ഇനിയാണ് നാം അതോർക്കേണ്ടത്. ദാഹമൗതത് കൂട്ടിടും ഇബ്ലീസ് കോസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങള തുണറബ്ബന ആല ഇലാഹ. ഇന്നല്ലെങ്കിൽ ഞാൻ മരിക്കും, നിങ്ങളും മരിക്കും. നോമ്പൊന്നിന് നോമ്പ് തുറന്നവരിൽ പലരും ഇപ്പോൾ പള്ളിക്കാട്ടിലാണ്. നോമ്പ് രണ്ടിനെ നോമ്പ് പുറപ്പിച്ചവരിൽ പലരും ഇപ്പോൾ മീസാനിന്റെ അടിയിലാണ്. ആദ്യത്തെ 10 അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ എന്ന് ദുആ ചെയ്ത് കേൾപ്പിച്ചു കൊടുത്തിരുന്ന ഇമാമിങ്ങളിൽ പലരും ഇപ്പോൾ മൂടുകല്ലിന്റെ അടിയിലാണ്. രണ്ടാമത്തെ 10 ഉസ്താദെ രണ്ടാമത്തെ 10 വന്നല്ലോ, ദുആ മാറ്റാനായല്ലോ എന്ന് ഖതീബിനോട് തമാശയിൽ ഓർമ്മപ്പെടുത്തിയിട്ട് രണ്ടാമത്തെ 10 ആദ്യ രാത്രിയിൽ 20 റക്അത്ത് തറാവിയിൽ പങ്കെടുത്ത് 3 റക്അത്ത് വിത്ർ നിസ്കരിച്ച് ഉസ്താദിന്റെ നസിഹത്തും കേട്ടുപോയ മലപ്പുറം ജില്ലയിലെ ഒരു ചെറുപ്പക്കാരൻ ഇപ്പോൾ ഖബറിന്റെ അടിയിലാണ്. ശവ്വാലൊന്നിന് നമ്മളുണ്ടാകുമോ? ഇന്ന് നോമ്പ് തുറക്കാൻ നമ്മുടെ ആയുസ് അനുവദിക്കുമോ? ഒന്നും പറയാൻ പറ്റൂല. ഒരു സമയമുണ്ട്, റബ്ബ് താല നിശ്ചയിച്ച സന്ദർഭമാണ്, നിമിഷമാണ്. അതിലേക്ക് നാം ഓരോ കാലടിപ്പാടുകളെ കൊണ്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നാം മരിക്കുന്ന സമയത്ത് പിശാചി സകലமான യന്ത്രതന്ത്ര മന്ത്രങ്ങളും പയറ്റി തീവ്രമായി ഹൃദയാന്തരത്തിലുള്ള ഈമാനിന്റെ പ്രഭാവിളക്കിനെ കെടുത്തിക്കളയാൻ വിഷമോദിക്കൊണ്ടിരിക്കുമ്പോ ബദരീകളാകുന്ന സെക്യൂരിറ്റി സൈന്യങ്ങളാകുന്ന പട്ടാള ചിട്ടയുള്ള പോലീസ് മേധാവികള് ആധ്യാത്മിക ശോഭയിൽ തിളങ്ങി നിൽക്കുന്ന ഉദ്യോഗസ്ഥ തലങ്ങളിൽ പടച്ചവന്റെ പരലോക സ്വർഗത്തിൽ പൈങ്കിളികളായി പാറിക്കളിച്ചുല്ലസിച്ചുകൊണ്ടിരിക്കുന്ന സൈന്യവ്യൂഹത്തെ നമ്മുടെ ഈമാനിന്റെ സലാമത്തിന് വേണ്ടി ഹൃദയത്തിന്റെ കൈമാടി വിളിക്കുകയാണ് അല്ലാഹ്. ദാഹമൗതത് കൂട്ടിടും ഇബ്ലീസ് കോസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങള തുണറബ്ബന ആല ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. എത്രയെത്ര പേര് മരിക്കുമ്പോൾ പുന്നാര പൂമാന്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട് പരലോക പൗരത്വം സ്വീകരിച്ചവരാണ്. മോനെ, അള്ളാന്റെ റസൂലിദാ വന്നിരിക്കുന്നേ, കസേരട്ട് കൊടുക്കടാ. വഅലൈക്കുമുസ്സലാം യാ റസൂലല്ലാഹ് എന്ന് സലാം മടക്കിയിട്ട് മരിച്ചുപോയ മലപ്പുറം ജില്ലയിലെ ഒരു സഹോദരിയെ ഈ സമയത്ത് ഞാൻ ഓർത്തുപോവുകയാണ്. കൂടെയുള്ള മകൻ ചോദിച്ചു, നിങ്ങൾ എന്താ റസൂലുള്ളാഹിക്ക് സലാം പറയുന്നത് ഉമ്മ? മോനെ, അള്ളാന്റെ റസൂൽ എന്റെ അരികിൽ വന്നുകൊണ്ട് സലാം പറഞ്ഞു ഞാൻ മടക്കിയതാണ്. പ്രമാണം പരിശോധിക്കുന്നവർക്കിതിൽ പക്ഷാന്തരമില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു വധിക്കപ്പെടുന്ന സമയത്ത് പ്രിയപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ സഹധർമ്മിണി പൊട്ടിക്കരയുമ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പറഞ്ഞത്, കരയണ്ട പെണ്ണേ, എനിക്ക് വേണമെങ്കിൽ ഈ പ്രക്ഷോഭകാരികളുടെ വാൾമുനയിൽ നിന്ന് എന്റെ കഴുത്തിനെ രക്ഷപ്പെടുത്താൻ പറ്റൂ. കാരണം എന്റെ അരികിൽ ഇപ്പോൾ വന്നിരുന്നു പൂജയുമായി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് എന്നോട് ചോദിച്ചു, ഉസ്മാനെ, ഈ ശത്രുക്കളിൽ നിന്ന് നിനക്ക് രക്ഷ വേണോ? അതല്ല, നോമ്പ് നോറ്റ നീ നോമ്പ് തുറക്കാൻ എന്റെ അരികിലേക്ക് സ്വർഗത്തിലേക്ക് വരണോ എന്ന് റസൂലുള്ള എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ഈ ശപിക്കപ്പെട്ട ദുനിയാവിൽ നിൽക്കൂല നബിയേ, എനിക്ക് അങ്ങയുടെ കയ്യിൽ നിന്നുള്ള കോപ്പയിലെ പാനീയം കൊണ്ട് നോമ്പ് തുറക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവർ എന്നെ കൊന്നാലും എനിക്ക് പ്രശ്നമല്ല, ഞാൻ എത്രയും പെട്ടെന്ന് എന്റെ ഹബീബിൽ സംഗമിക്കുമല്ലോ എന്ന് മരണ
മരണസമയത്ത് കരയുന്ന പ്രിയപ്പെട്ട സഹധർമ്മിണിയെ സമാശ്വസിപ്പിച്ചുകൊണ്ട് പരലോക പ്രതാപത്തിലേക്ക് പാറിപ്പറന്ന മൂന്നാം ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ ചരിത്രം ഇബ്നു കസീർ അൽ ബിദായയിൽ രേഖപ്പെടുത്തിയത് നോക്കാൻ മറക്കണ്ട വിമർശകരെ. അപ്പൊ റസൂലുള്ള വരുന്നതാണ് വേണമെങ്കിൽ എല്ലാരിലേക്കും എപ്പോഴും വരുമെന്നല്ല പറയുന്നത്. റബ്ബിന്റെ നിയോഗമുള്ള കാര്യങ്ങളൊക്കെ അനുഗ്രഹമായി പെയ്തിറങ്ങുന്നതാണ്. അള്ളാഹു നമുക്കതിന് അവസരം നൽകട്ടെ. മരിക്കുന്ന സമയം നമ്മൾ പോകുന്നത് ഒരു പരിചയമില്ലാത്ത പരലോകത്തേക്കാണ്. ചെന്ന് കിടക്കുന്നത് ഇരുട്ടുകൊണ്ട് പെയിന്റിട്ട കല്ലറക്കകത്തേക്കാണ്. ആ സമയത്ത് ഖബറും മഹ്ശറും സ്വർഗവും നരകവും അദാബും അതാ ഹിസാബും യസീറോ ഹിസാബും അതാ ഗൗരവമുള്ളതോ സലാമത്തും ഷഫാഅത്തും എല്ലാം പരിചയമുള്ള പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയ സുൽത്താനായ അള്ളാന്റെ അഷ്റഫായ അസിയനായ അത്യബായ അഹക്കായ അത്തഖയായ അഅലമായ അഹബ്ബുൽ ഖൽഖി മുഹമ്മദ് മുസ്തഫ അവസാനം പ്രഭാഷണത്തിന്റെ പരിസമാപ്തി ഇഷ്കിന്റെ നിർമ്മണത്തിന്റെ മിസ്കിന്റെ നിർമ്മണം വീശുന്ന സുഗന്ധഭരിതമായ തെൻതുള്ളികൾ മദീനയുടെ ഖുബ്ബത്തുൻ ഖളറാഇന്റെ നിഴലടിക്കുന്ന കസ്തൂരി മണ്ണിന്റെ താഴെ പേമാരി പോലെ പെയ്തിറങ്ങിയിട്ട് ആ മദീന മലർവാടിയുടെ പരവതാനിയിൽ കവല് വെച്ചുകൊണ്ട് വിശ്രമിക്കുന്ന പ്രപഞ്ചത്തിന്റെ സുൽത്താൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സ്വലാത്തിന്റെ വചനാമൃതങ്ങൾ പ്രതീക്ഷാ നിർഭരമായ ഹൃദയങ്ങളിൽ നിന്ന് കൊച്ചോളങ്ങൾ സൃഷ്ടിക്കുന്ന പുഴയിലെ ഒഴുക്ക് പോലെ ഹൃദയത്തിന്റെ താളഭംഗിയിൽ നിന്ന് മഹബ്ബത്തിന്റെ നറുമണത്തോടെ ഹൃദയങ്ങളിൽ നിന്ന് മദീനയുടെ ഇടനെഞ്ചിലേക്ക് മഹബ്ബത്തിന്റെ സ്വലാത്ത് ഒഴുക്കാ. എന്റെ പ്രഭാഷണത്തിന്റെ പരിസമാപ്തിയിലെ അക്ഷരങ്ങളെ ഞാൻ കൊണ്ടുവരികയാണ്. അതുകൊണ്ട് ആണുങ്ങളെ അധരങ്ങളെ റൗദായിലേക്ക് ഉച്ചയിത്തരം ശബ്ദം കൊണ്ട് ഒന്ന് ചലിക്കട്ടെ. മഗ്ഫിറത്തിന് നമ്മൾ പാത്രമായിട്ടില്ലെങ്കിൽ, റഹ്മത്ത് നമ്മൾക്ക് കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ, യുദ്ധത്തിന്റെ പട്ടികയിൽ പടച്ചവന്റെ കളായിൽ വരാതെ ഈ സമയം വരെ കെട്ടിക്കുടുങ്ങി നിൽക്കുകയാണെങ്കിൽ, ഐനുർ റഹ്മത്തിന്റെ അത്ഭുതാവ്രജമായ സലാത്തിന്റെ അമാനുഷികമായ കരുത്തുകൊണ്ട് തകർന്നുകൊണ്ടിരിക്കുന്ന ഹൃദയങ്ങളെ ഈമാനിന്റെ കനകക്കൊട്ടാരമാക്കി ആ കനകക്കൊട്ടാരത്തിന്റെ അകത്തളത്തിലുള്ള മനോഹരമായ ഹൃദയത്തിന്റെ പൂങ്കാവനത്തിൽ ഈ സമയം തന്നെ അമ്പിളികളിൽ അമ്പിളിയായ നക്ഷത്രങ്ങളിൽ നക്ഷത്രമായ ജ്യോതിർഗോളങ്ങൾക്ക് പ്രകാശം കൈമാറിയ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിന്റെ ഹേതുകമായ മുഹമ്മദ് മുസ്തഫ روح الصبا يوما إلى أرض الهرم بل سلامي روضة فيها النبي المحترم أكبادنا مجروحة من سيف هجر المصطفى يا سيدي ارحم لنا يا سيدي ارحم لنا കാത്തേ കാത്തേ റോബ ഇലായി വിശുദ്ധര എത്തിക്കുമോ പാപിയമേ നിന്നോരോ അഭിവാദന വചനങ്ങളായി യജമാനരേ കൃപ ചെയ്യണേ യജമാനരേ കൃപ ചെയ്യണേ യാ സയ്യിദി ഇർഹം ലനാ യാ സയ്യിദി ഇർഹം ലനാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് ആഖിറത്തുമാലിൽ നമ്മുടെ പ്രതീക്ഷ ഒന്നേ ഒന്ന് മാത്രം, മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തആല ഹബീബിന്റെ മുഹബ്ബീങ്ങളിലും മുത്തമീങ്ങളിലും നമുക്ക് അവിടുത്തെ ആശഖ്യങ്ങളിലും അവിടുത്തെ മുദ്ദാഹിലും നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. അവിടുത്തെ മദഹിന്റെ സാമീയങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. അവിടുത്തെ ഓർമ്മയിലായി രോമാഞ്ചം കൊള്ളുന്ന ഒരു ഹൃദയം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അവിടുത്തെ സങ്കട കഥകളിൽ കണ്ണീരൊലിക്കുന്ന ഒരു കണ്ണ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ.